ഹായ്, എല്ലാവർക്കും അമൃതയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കല്യാണത്തിനോ പാലുകാച്ചിനോ ഒക്കെ നല്ലൊരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് നടരാജ വിഗ്രഹമാണ്. ഈ നടരാജ വിഗ്രഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം. നടരാജൻ എന്നത് ശിവഭഗവാന്റെ കോസ്മിക് നൃത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ സൃഷ്ടി, സംരക്ഷണം, മായ, അനുഗ്രഹം, സംഹാരം എന്നീ 5 പ്രവൃത്തികളും ചെയ്യുന്നതിനെയാണ് ഈ നൃത്തത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഓരോ ഭാഗത്തിനും ആഴമായ അർത്ഥങ്ങളുണ്ട്. നൃത്തം ചെയ്യുന്ന രൂപം ശിവന്റെ താണ്ഡവ നൃത്തമാണിത്. പ്രപഞ്ചത്തിലെ ചലന ഊർജത്തിന്റെയും അനന്തമായ ചക്രങ്ങളെയും ഇത് സൂചിപ്പിക്കും. 4 കൈകൾ ഉണ്ട്. ഓരോ കൈകളും ഓരോ കോസ്മിക് ധർമ്മത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. മേൽ വലത് കൈ, ഇതിൽ ഡമരു പിടിച്ചിരിക്കുന്നു. ഈ ഡമരു എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ താളത്തെയും സൃഷ്ടിയുടെ ശബ്ദത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. മേലില് ഇടത് കൈയില് അഗ്നിയാണ് വഹിക്കുന്നത്. ഇത് സംഹാരത്തെയും മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കീഴ് വലത് കൈ ഭയപ്പെടേണ്ട എന്ന മുദ്രയാണ് കാണിക്കുന്നത്. ഇത് ഭക്തർക്ക് ധൈര്യം നൽകുന്നതിനെയും സംരക്ഷണത്തെയാണ് ഈ മുദ്ര കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇടത് കൈ ഇത് ഉയർത്തിയ പാദത്തിലേക്ക് ചൂണ്ടുന്നു. മോക്ഷത്തിനുള്ള വഴിയെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ചവിട്ടി നിൽക്കുന്ന അസുരൻ, ശിവൻ വലത് പാദം കൊണ്ട് ചവിട്ടി നിൽക്കുന്ന കുള്ളൻ രൂപത്തിലുള്ള അസുരനാണിത്. ഈ അസുരൻ അജ്ഞതയെയും അഹങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അജ്ഞതയെ തകർത്ത് അറിവിനെ സ്ഥാപിക്കുന്നതിനെയാണ് ഇതിലൂടെ പ്രതിനിധാനം ചെയ്യുന്നത്. ഉയർത്തിയ ഇടത് കാലം ഇത് മായയിൽ നിന്ന് മോചനം നേടുന്നതിനും ഭഗവാന്റെ കീഴിലുള്ള ആശ്രയത്തെയുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. തീജ്വാലകളുടെ വലയമാണിത്. ഇത് ശിവനെ ചുറ്റിപ്പറ്റിയുള്ള ഈ തീജ്വാലകളുടെ വലയം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെയും ജനനം മുതൽ മരണം വരെയുള്ള ചക്രത്തെയുമാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ജടാമുടി, നൃത്തത്തിന്റെ ശക്തിയിൽ പാറിപ്പറക്കുന്ന ഈ ജടാമുടിയില് ഗംഗാദേവി, ചന്ദ്രലേഖ, തലയോട്ടി എന്നിവയെല്ലാം കാണപ്പെടും. ഇതിലെ വെങ്കലം, സിൽവർ തുടങ്ങിയ മെറ്റീരിയലെല്ലാം നമുക്കിവിടെ നടരാജ വിഗ്രഹങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി.